അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ഈ പാട്ട് ഞാനും ഇദ്ദേഹത്തിൻ്റെ ചേട്ടനുമായിട്ട് ഞാൻ മൈസൂർ പണിയാണ്. ഞാനിങ്ങനെ ജോലി ചെയ്തിങ്ങനെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ കുട്ടനാട് പ്രദേശത്തോട് ഇങ്ങനെ പാട്ട്, എനിക്കിപ്പോൾ എൻ്റെ പാട്ടെല്ലാം റേഞ്ചിലുള്ള പാട്ടാണ്. ഞാൻ അങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലത്ത് തുറത്തായ സ്ഥലത്തിൽ പോയി പാടത്തുള്ളൂ. ഈ പാട്ടിങ്ങനെ പാടിയപ്പോൾ എന്നോട് ഒരാൾ പറയാം, നീ എന്തിനാ പാടുന്നത്? ബുദ്ധിമുട്ടിൽ പറയാം, നീ എന്തിനാ പാടുന്നത്? അവന് പാടുന്നതിന് കുഴപ്പമില്ല, അവൻ്റെ അപ്പൻ പാസ്റ്ററാണ്. ചെറുപ്പം പോലെ അവർ വിശ്വാസത്തിൽ വന്നത്. നീ എന്നാ വിശ്വാസത്തിലോട്ട് വന്നേ? നിന്റെ പേരെന്താ? കാർത്തികേയൻ. പിന്നെ നീ വിശ്വാസത്തോടെ എന്നാ വന്നേ? അപ്പം നിനക്ക് കുഴപ്പമില്ല, ഈ വരി പാടല്ലേ. ഏത് വരിക? പൈതൽ പ്രായം മുതൽ ഇന്നേ ഞാൻ പാടലെന്ന്. ഞാൻ പാടലെന്ന് ബുദ്ധിമുണ്ടെങ്കിലും ആര് പറയുക? മറ്റേ ആൾ പറയാ. ഇന്നിടക്ക് കൂട്ടുകാരന്മാരും പറഞ്ഞിട്ടുണ്ട്, ഇനി ബന്ധുക്കാരും പറഞ്ഞിട്ടുണ്ട്. നീ എന്നാടാ? വചനം അങ്ങോട്ട് തെളിയിച്ചുകൊണ്ട് കൊടുക്കും. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അവിടെ ഇങ്ങനെ വായിക്കുന്നത്, നാം തന്നെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരമാകേണ്ടത് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനെ തിരഞ്ഞെടുക്കുകയും തിരികെ പ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മൾ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവൻ നമുക്ക് സൗജന്യമായ തന്നെ കൃപാമഹത്വത്തിന്റെ വീഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിച്ചു. വേണമെങ്കിൽ പറഞ്ഞിട്ടോ, ശരിയാ, നീ പറഞ്ഞ് ശരിയാ, ഞാൻ എന്നാ വന്നേ? ഹല്ലേലൂയ. നിങ്ങളുണ്ടോ എൻ്റെ കൂടെ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നാട്ടിലോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് വേറെ സ്ഥലങ്ങളിലേക്ക് അങ്ങ് വേറെ ജില്ലകളിലോട്ട് അങ്ങ് പോയി. അങ്ങനെ ഇരിക്കും ഞാൻ കാസർഗോഡിൻ്റെ പ്രദേശത്തേക്ക് കടന്നു വരുമെന്നൊക്കെ കൊണ്ടുപോയി അങ്ങനെ പോകുമെന്നൊക്കെ കൊണ്ടുപോയി യേശു അവിടെ ജോലി ചെയ്തു. അവിടെ മൈക്കാട് പണിയൊക്കെ തട്ടിന് പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. പെട്ടെന്ന് എൻ്റെ നാട്ടിൽ നിന്നൊരു പയ്യൻ അവിടെ വന്നിട്ട് എന്നോട് ചോദിച്ചു, നീ ഇവിടെ ആണോ? നിന്നെ എൻ്റെ അമ്മ തിരക്കി നടക്കുന്നു, അപ്പൻ തിരക്കി നടക്കുന്നു, നിന്റെ സഹോദരൻ. അന്നത്തെ കാലത്ത് ഫോണൊന്നുമില്ല കേട്ടോ, എഴുത്തെഴുതണം. അപ്പോൾ നീ ഇവിടെ നിൽക്കുവാണ്, നീ ഒന്ന് വിളിച്ച് പറയാൻ വരായിരുന്നു, നീ ഇവിടെ ഉണ്ടെന്നെങ്കിലും ഒന്ന് പറഞ്ഞു. അവരിച്ചിരി സമാധാനത്തോടെ ഇരിക്കരുത്. ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റിയില്ലെന്ന് പറഞ്ഞു. ഉടനെ അവൻ വീട്ടിൽ നിന്ന് ഉടനെ എൻ്റെ ചേട്ടന്മാരെ എഴുതി വിളിച്ചിട്ട് ഇന്ന ആൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ ചേട്ടൻ അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, വാ നാട്ടിലോട്ട് പോകാൻ തുടങ്ങി. നീ നാട്ടിലോട്ട് വരുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു നാട്ടിലോട്ട് വരത്തില്ല എന്ന് പറഞ്ഞു. ഇന്ന് വന്നേ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടിലോട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. എന്നെ എൻ്റെ പ്രിയപ്പെട്ടവളെയും കൂടെ കൊണ്ടുപോയി. അങ്ങനെ അവിടെ ജീവിച്ചിരുന്നു. അപ്പോൾ എന്നെ പറഞ്ഞില്ല, ഇത് പറഞ്ഞാൽ അത് കളിയാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവിടെയൊക്കെ സഹിച്ചിരുന്നു. അവൻ അങ്ങനെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം. അങ്ങനെ എനിക്ക് എൻ്റെ ഒരു മോള് ജനിക്കുവാൻ തൊക്കെ, മൂത്ത മോള് ജനിക്കുവാൻ തൊക്കൊണ്ടേ. മൂത്ത മോള് ജനിച്ച സമയത്ത് ജൂലൈ മാസമാണ്. അപ്പോൾ അന്ന് ഈ വെള്ളപ്പൊക്കമൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴാണ് വെള്ളം കൊണ്ട് കുറഞ്ഞത്. എൻ്റെ ഭവനത്തിൽ ഇപ്പോഴാണ് വെള്ളം കുറഞ്ഞത്. ഇല്ലെങ്കിൽ അപ്പം ജൂലൈ വിളിച്ചാൽ വെള്ളപ്പൊക്കം എപ്പോഴും. പക്ഷേ എന്നാൽ നിങ്ങൾ പറയും കുട്ടനാടൊക്കെ ബ്യൂട്ടിഫുള്ളാണ്. അതെ, ബ്യൂട്ടിഫുള്ളാണ്. പക്ഷെ വെള്ളപ്പൊക്കം വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ പേടിയല്ല, വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിൽ അങ്ങനെ ഇരിക്കെ ജൂലൈ മാസമായിരുന്നു. പ്രസവിച്ച് കഴിഞ്ഞു ഒരു 10-40 ആയി കഴിഞ്ഞപ്പം വെള്ളപ്പൊക്കം കയറി വരുന്നു. അന്നേരം കുഞ്ഞിന് ഭയങ്കര തണുപ്പും പനിയുടെ അസ്വസ്ഥയൊക്കെ ആയിരുന്നത് വളരെ പ്രയാസം തോന്നി. അപ്പോൾ ക്യാമ്പുകളൊക്കെ തുറക്കും. ഇന്ന് ക്യാമ്പൊന്നും തുറന്നില്ല. എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ക്യാമ്പ് തുറക്കാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോയി. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ സാറേ ഇതേപോലെ കുഞ്ഞിന് സുഖമില്ല, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്ന് കിടത്തിക്കോട്ടെ, തണുപ്പൊക്കെയാ എന്ന് പറഞ്ഞു. സുഖമില്ലെന്നല്ല, തണുപ്പൊക്കെയാണ്, അതുകൊണ്ട് ഇവിടെ കിടത്തിട്ട് ക്യാമ്പും തുറന്നില്ലെന്ന് പറയും. ഞങ്ങളുടെ വീട്ടിലിങ്ങനെ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ട് വരിക. ഞങ്ങളുടെ വീട്ടിൽ വെള്ളപ്പൊക്കം ഒരു കട്ടയും കൂടെ മുങ്ങിയാൽ മതി, അത് പിന്നെ ശരിക്കും അങ്ങ് അങ്ങനെ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു കിടക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ ശക്തി കുറവായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അസുഖങ്ങളുണ്ടാകും, ഉത്തരവാദിത്തമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ എന്നെ പറഞ്ഞു, അങ്ങനെയാണ് നീ എന്ത് ചെയ്യും, നിൻ്റെ ഭാര്യ വീട് അടൂരിൻ്റെ പ്രദേശത്താണ്, അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ മകളെയുമായിട്ട് അടൂരിൻ്റെ പ്രദേശത്തേക്ക് കടന്നു നിന്ന അവിടെ ചെന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരുടെ സഹോദരന്മാരൊക്കെ ചെണ്ടമേളക്കാരും ഭജനക്കാരും മിമിക്രിക്കാരും അല്ല. ഞാനും അവിടെ ചെന്ന് വേറൊരു ഒരു ഇത് പറയത്തില്ലേ, ചെല്ലണ്ടാൻ എവിടെ ചെന്നെന്നാ, ഇന്ന ആൾ ചെന്നത് എവിടെ ചെന്നതാ ഞാൻ പറയുന്നില്ല. അവിടെ ചെന്നപ്പോൾ അവർക്ക് ഒരാളായി, എനിക്ക് ഒരു
ഞാൻ ഇവിടുന്ന് കുറച്ചൊക്കെ ചെണ്ടമേളം പഠിച്ചിട്ടുണ്ടായിരുന്നു. ചെണ്ടമേളമായിട്ട് അങ്ങനെ സന്തോഷത്തോടെ പല 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 സ്ഥലങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളും പള്ളികളിലും ഒക്കെ ചെണ്ടമേളം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടം, സന്തോഷമായി കേൾക്കുന്ന കാലഘട്ടം. പെട്ടെന്ന് എൻ്റെ മകൻ ജനിക്കുവാൻ തക്കവണ്ണം ഇടയായി. രണ്ടാമത് എനിക്കൊരു മകൻ ജനിക്കുവാൻ തക്കവണ്ണം ഇടയായി. ആ മകൻ ജനിക്കേണ്ട സമയത്ത് അവൻ നടക്കത്തില്ലായിരുന്നു. സ്വന്തം അനവധി നിരവധി വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്നില്ല. പോരാഞ്ഞിട്ട് എൻ്റെ അപ്പനൊരു മന്ത്രവാദിയാണ്. സമയം പോരാഞ്ഞിട്ട് എൻ്റെ അപ്പനൊരു മന്ത്രവാദിയാണ്. ഇന്നത്തേന് അടുത്തതിൽ ഞാനായിരിക്കണം കാര്യങ്ങളൊക്കെ ക്രമീകരിക്കേണ്ട ആൾ. എന്നോട് അച്ഛൻ പറയും, ഇനി അടുത്തത് എൻ്റെ കാലം കഴിഞ്ഞാൽ ഇനി നീ ആയിരിക്കണം. പക്ഷേ തമ്പുരാൻ അത് ഇടിപ്പിച്ചില്ല, തമ്പുരാൻ ഇത് ഇടിപ്പിച്ചു. തമ്പുരാൻ ഇത് ഇടിപ്പിച്ചു. സ്വതം ഇത് പറയുമ്പം ഇതിനകത്ത് ഇത്തിരി കഷ്ടതയുണ്ട്. നമ്മൾ വായിച്ച വാക്യം തന്നെ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിച്ച് ഈ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി അത്ര വേണ്ട സ്വതം. അപ്പം കൂടുതലെ കഷ്ടത ക്രിസ്ത്യാൻ്റെ പെന്തക്കോസുകാർക്കാ, പാസ്റ്റർമാർക്കാണ് അല്ലേ കഷ്ടതയുണ്ടെന്ന്. ഇതൊക്കെ പൗലോസിന്റെ ഭാഷ പറഞ്ഞ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്ത വിചാരി ദൈവത്തിന്റെ ദേശത്തിന് നിത്യകരണം ലഭിപ്പാൻ ഹേതുവായി കാണുന്നില്ല. കാണാത്ര നോക്കിക്കൊണ്ടിരിക്കുന്നു, കാണുന്നതോ താൽക്കാലികം. കൊള്ളാം. വിശ്വാസത്തോട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു. വിശ്വാസത്തിൽ ഞാൻ എന്താ പ്രസംഗിക്കാൻ പിച്ച് വെച്ച് പ്രസംഗിക്കാൻ ഇറങ്ങി. എന്നോട് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്ററായോ, പ്രസംഗിക്കാറായോ? എല്ലാം ചോദിക്കാറുണ്ട്. സ്വതം നീ പാസ്റ്ററായോ? തമ്പുരാൻ എനിക്ക് വചനം തന്നിട്ടുണ്ട്. സ്വതം കൊലോസി ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം വായിച്ചിട്ട്, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചനഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയ ഉദ്യോഗപ്രകാരം, കുന്താലി കളയ്ക്കാൻ പോലല്ല, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയ ഉദ്യോഗപ്രകാരം വചനഘോഷണം നിവർത്തിക്കേണ്ട ഞാൻ സഭയുടെ ശുശ്രൂഷകനായി. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും പറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളിൽ ഈ മർമ്മത്തിന് മഹിമാന്തരം അറിയിക്കാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മ മഹത്വത്തിന് പ്രത്യാശയായി ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നുള്ളൂ എന്നുള്ളത് തന്നെ അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിനെ പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യരോട് സകല ജ്ഞാനത്തോടും സംസാരിക്കുകയും ചെയ്യും. അതിനാൽ ഇനി ബലത്തോടെ വ്യാപരിക്കുന്നവന് വ്യാപാര ശക്തി കൊത്തവണ്ണം പോരാടിക്കൊണ്ട് ഒന്ന് വായിച്ചോ. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അതിനാൽ എന്നെ ബലത്തോടെ വ്യാപരിക്കുന്നതിന് വ്യാപാര ശക്തി കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. പോരാട്ടമാണെന്നും പറഞ്ഞു വീട്ടിൽ കുത്തിയിരിക്കുവല്ല. പോരാട്ടമാണെന്നും പറഞ്ഞു വീട്ടിൽ കുത്തിയിരിക്കുന്നില്ല. പോരാട്ടമാണെങ്കിലും ഭക്തനായ മനുഷ്യൻ പറയുന്നത് എന്താണെന്നറിയോ? പോരാട്ടമാകിലും നേരോടെ ജീവിച്ചു ആറുതൽ തേടും ഞാൻ. നേരോടെ ജീവിച്ചു ആറുതൽ തേടും ഞാൻ. തീരുവൻ ദുഃഖം വിലാപം അന്നു തീരുവൻ ദുഃഖം വിലാപം ഞാൻ സ്വർഗ്ഗാവേഗം ഹല്ലേലൂയ. ഭാരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും ഭാരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും നേരോടെ ജീവിച്ചു ആറുതൽ തേടും ഞാൻ. നേരോടെ ജീവിച്ചു ആറുതൽ തേടും ഞാൻ. തീരുവൻ ദുഃഖം വിലാപം ഞാൻ സ്വർഗ്ഗാവേഗം ഹല്ലേലൂയ. അന്നു തീരുവൻ ദുഃഖം വിലാപം ഞാൻ സ്വർഗ്ഗാവേഗം ഹല്ലേലൂയ. അന്നു തീരുവൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗ്ഗാവേഗം ഹല്ലേലൂയ. ഇതെല്ലാം കൂടെ ചെയ്യേണ്ടതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് സ്വന്തം. ആ മൈക്ക് പിടിക്കും, ഈ മൈക്ക് പിടിക്കും, ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് സ്വന്തം. എന്നാൽ മൈക്കില്ലാത്തതാണ് എനിക്കിഷ്ടം. സ്വതം ഹല്ലേലൂയ സ്വതം. എന്നാൽ ഞാൻ പറയട്ടെ സ്വതം, അങ്ങനെ എപ്പോഴും ഞങ്ങളുടെ വീടിന് താഴെയുള്ളൊരു സഹോദരിയുണ്ട്, പെന്തക്കോസ്തുകാരി അമ്മമ്മയുണ്ട്. അമ്മമ്മ എപ്പോഴും വന്ന് പറയും, നിങ്ങളുടെ മകൻ നടന്നില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ കർത്താവിനെ ഒന്ന് അറിയും.
കർത്താവിനെ ഒന്ന് അറിയാം, നിങ്ങളുടെ മകൻ നടക്കും. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വരുത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞു വരുത്തേ ഇല്ല. ഞാൻ പറഞ്ഞു ഒട്ടും വരുത്തില്ല, കാരണം ഞാൻ ഇങ്ങനെ നടക്കല്ലേ, എൻ്റെ അടുത്തത് ആരാ അങ്ങനെ നിൽക്കുന്ന രസം. ഇന്നലെ ഇച്ചിരി SP പറയട്ടെ സ്വതം. അങ്ങനെ ഇവരെപ്പോഴും അങ്ങ് ശല്യപ്പെടുത്തി എപ്പോഴും അങ്ങ് വന്ന് പറ സുവിശേഷം ലാസ്റ്റ് എൻ്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞ് ഈ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് ഒന്ന് പോയി നോക്കി. അവരൊരു കോട്ടേജ് മീറ്റിങ്ങിലാണ്. ആ കോട്ടേജ് മീറ്റിങ്ങിൽ അവർ താഴെ നടക്കുന്നു. അങ്ങനെ അവർ പോയി. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും എൻ്റെ മകനെ ഞങ്ങളിങ്ങനെ പിടിച്ചിങ്ങനെ നിർത്തും. പിടിച്ച് നിർത്തിയിട്ട് വിടും. പിന്നെ വേലിയൊക്കെ കെട്ടി കൊടുത്തു. അതിനകത്തൊക്കെ പിടിച്ച് നിന്ന് നടക്കട്ടെ, പക്ഷേ നടക്കത്തില്ല സ്വതം. അവനങ്ങ് വീണ്ടുകൊണ്ടിരിക്കും സ്വതം. മറ്റുള്ള പിള്ളേരുടെ ഓടിക്കളിക്കുമ്പോൾ ഇവരിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നടുവുകൊണ്ട് മാത്രം ഇങ്ങനെ നിരങ്ങി പോത്തുള്ളൂ സ്വതം. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടുള്ള പോകുന്ന കൊണ്ടുപോയി. അങ്ങനെ എൻ്റെ മകനെ മേളിൽ കിടത്തിയിരിക്കുക സ്വതം. ഞങ്ങളുടെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. അവരൊക്കെ അവരെ കുടുംബക്കാർ ചെണ്ടമേളക്കാരൊക്കെ. അങ്ങനെ നിന്ന് ഉറ പെട്ടെന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നു. കരച്ചിൽ കേട്ടപ്പോൾ പ്രാർത്ഥനക്കാരെല്ലാം കൂടെ ഓടി വന്നപ്പോൾ എൻ്റെ മകൻ ഇങ്ങനെ ഭിത്തിയിലിങ്ങനെ പിടിച്ചു നിൽക്കുന്നു. എൻ്റെ ഭാര്യ പറഞ്ഞ് പോത്തില്ലെന്ന് പറഞ്ഞാൽ അവരെ എന്ത് വല്ലതും പറയണമെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ ശല്യപ്പെടുത്തില്ല, അതുകൊണ്ട് ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ പ്രാർത്ഥന നടത്തി എൻ്റെ മകൻ ഇവിടെ എഴുന്നേൽച്ച് നിൽക്കുന്ന കൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, ആമേൻ സ്തോത്രം. ഇതെല്ലാം വചനത്തിന് നിവൃത്തിയാണ്. എനിക്ക് വചനം പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇതൊക്കെ വചനത്തിൽ അത് യെശയ്യാവിൻ്റെ പുസ്തകം വായിച്ചാൽ യെശയ്യാവിൻ്റെ പുസ്തകം 35-ാം അധ്യായം ഇങ്ങനെ താഴോട്ട് വായിച്ചാൽ